സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം ആത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുകയും സന്തോഷത്തോടെ യഹോവയെ സേവിക്കുകയും സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുകയും യഹോവ തന്നെ ദൈവമെന്നറിവിൽ അവിടുന്ന് സൃഷ്ടിച്ചു. നാം ദൈവത്തിലുള്ളവരാകുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തുതികളുടെ മധ്യേ അധിവസിക്കുന്നവരായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ വിശുദ്ധ ദിനത്തിന്റെ പ്രഭാതവേളയിൽ അവിടുത്തെ പ്രിയ മക്കളായ അടിയങ്ങൾ പ്രത്യേകമായ സാഹചര്യത്തിൽ ഭവനങ്ങളിൽ നിന്ന് ഈ ആരാധന പങ്കുചേരുവാൻ അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന സാഹചര്യത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ദൈവമേ, ലോകമാകുവാനും COVID-19 എന്ന മഹാമാരിയുടെ ബാധയാൽ വേദനിക്കുന്ന ഈ സമയം ഞങ്ങൾക്ക് ആലയത്തിൽ ഒന്നിച്ചുകൂടി അങ്ങേ ആരാധിക്കുവാൻ കഴിയാത്ത ആ അവസ്ഥയിൽ ഞങ്ങൾ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് അങ്ങേ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ ശരീരങ്ങൾ പല സ്ഥലത്തും ഞങ്ങളുടെ മനസ്സുകൊണ്ടും ആത്മാവുകൊണ്ട് ഞങ്ങൾ ഒന്നായി അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ നമ്മൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് ഈ ആരാധനയുടെ അധ്യക്ഷത വഹിച്ച് മഹത്വം അടിയങ്ങളെ ആശീർവദിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യം സാന്നിധ്യത്താൽ ഞങ്ങളെ ധന്യരാക്കണമേ. ഈ ആരാധനയിലൂടെ അവിടുത്തെ സാന്നിധ്യം കൊണ്ടുവരുവാനും അവിടുത്തെ ശബ്ദം ശ്രമിക്കുവാനും അവിടുത്തെ സന്നിധിയിൽ നിന്ന് ആശ്വാസവും സമാധാനവും കണ്ടെത്തുവാൻ അടിയങ്ങൾ എല്ലാവരെയും സഹായിക്കണമേ. സകല കാര്യങ്ങളെയും ഞങ്ങൾ തിരിച്ചറിഞ്ഞിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് അവിടുത്തെ നാമത്തിൽ മഹത്വപ്പെടുത്തുകയും അവിടുത്തെ മക്കളായ അടിയങ്ങളെ ആസ്വദിക്കുകയും ചെയ്യണമെന്ന് ക്രിസ്തേശു മുലയാദിക്കുമ്പോൾ പ്രാർത്ഥനകൾ അംഗീകരിക്കാവേ. നാം നിൽക്കുമ്പോൾ തന്നെ ക്രിസ്ത്യ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ ഒന്നാമത്തെ പാട്ട് പാടി നമുക്ക് ദൈവത്തെ മഹത്വീകരിക്കാം. ക്രിസ്ത്യ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ ഒന്നാമത്തെ പാട്ട്. Hallelujah.
7-ാം പുറാണം സ്തുതിലിത്താനികൾ 5-ാം പാട്ട്. നമുക്ക് ദൈവത്തെ പ്രകീർത്തിക്കാം. ദൈവം ആത്മാവാകുന്നു, അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവം വെളിച്ചമാകുന്നു, അവിടുന്ന് വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. ദൈവം സ്നേഹമാകുന്നു, സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവിടുത്തെ പുത്രനിലുണ്ട്. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നുവെന്ന് ദൈവം തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. ലോകവും അതിന്റെ മോഹം ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവിടെ നമ്മോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ദൈവത്തിൽ അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. അവിടുന്ന് സത്യദൈവവും നിത്യജീവനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും അവിടത്തോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി അങ്ങയുടെ മകൻ എന്ന പേരിൽ ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ കൂലിക്കാരൻ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപകുറ്റങ്ങൾ ഉണർന്നവരായി ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമയ്ക്കായി യാചിക്കാം, പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കുട്ടികളെ മടക്കാം. ആരാധനക്രമം 12-ാം പുറത്ത് കാണുന്ന ലിറ്റാനി പ്രാർത്ഥനയിലൂടെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമയ്ക്കായി യാചിക്കാം. ആരാധനക്രമം 12-ാം പുറം. വിശുദ്ധിയും കൃപയും നിറഞ്ഞ ദൈവമേ, നുറുങ്ങിയ ഹൃദയമുള്ളവർക്ക് തന്റെ രക്ഷ നൽകുന്നതിന് എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നവനായുള്ളവേ, അടിയാരുടെ അഭയാചനകൾ ചെവിക്കൊള്ളുവാൻ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട എല്ലാ തിന്മകളും പലവിധമായ അനുസരണക്കേടുകളും ഓർത്ത് ഞങ്ങൾ ഹൃദയം നുറുങ്ങി സങ്കടപ്പെടുന്നു. നിർമ്മലവും രമ്യവുമായ ചിന്തിക്കുന്നതിന് തടസ്സമായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കുന്ന ചിന്താകുലം, ഭയം, സംശയം, ആശങ്ക, പക എന്നീ ദോഷങ്ങൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. ഞങ്ങളുടെ ഹൃദയ കാഠിന്യം, അഹങ്കാരം, ആത്മസംതൃപ്തി, ഞങ്ങൾ മനഃപൂർവ്വമായി ചെയ്തുപോയ അക്രമങ്ങൾ ഇവയിൽ നിന്ന് മോചനം നൽകണമെന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ രഹസ്യ പാപങ്ങൾക്കായും മനഃപൂർവ്വ കുറ്റങ്ങൾക്കായും ഞങ്ങൾ ക്ഷമായാചനം ചെയ്യുന്നു. ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള ഈർഷ്യയും കയ്പും നിറഞ്ഞ വാക്കുകളോർത്തും ഞങ്ങളുടെ പ്രേരണയിൽ സംഭവിച്ചിട്ടുള്ള ശണ്ഠകളോർത്തും മനുഷ്യരുടെ ഇടയിൽ സ്നേഹവും സമാധാനം ഉണ്ടാക്കുന്ന ലഭിച്ച നല്ല സന്ദർഭങ്ങൾ പാഴാക്കിയതോർത്തും ഞങ്ങൾ ദുഃഖിക്കുന്നു. മറ്റുള്ളവർ സഹിക്കുന്ന അന്യായങ്ങളും സങ്കടങ്ങളും കണ്ടിട്ട് അവയെ അല്പം പോലും ഗണ്യമാക്കാതെ ഞങ്ങൾക്ക് ലഭിച്ച നന്മകൾ മറ്റുള്ളവരുമായി പങ്കിടാതെ ദുരുപയോഗപ്പെടുത്തിയതോർത്തും ഞങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ കാണിച്ച് അമിതമായ താല്പര്യമോർത്തും സഹോദര സ്നേഹം കൂടാതെ ജീവിച്ചതോർത്തും ഞങ്ങൾ മഹാസങ്കടത്തോടുകൂടി അങ്ങയെ സമീപിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ദൈവമേ, ഞങ്ങളുടെ താഴ്മയുടെ അപേക്ഷകൾ ചെവിക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു. എങ്കിലും അവിടുത്തെ മഹാകരുണ കൊണ്ട് അവയിൽ നിന്ന് ഞങ്ങളെ അഴിച്ചുകൊണ്ടുവന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിൽ മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിൽ തന്നെ. സർവശക്തനും കാരുണ്യവാനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും ജീവിക്കാം. ഇന്നേക്കുള്ള ലേഖന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വചനങ്ങൾ.
2 കൊരിന്ത്യർ 13-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വചനം. തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ, ഏക മനസ്സുള്ളവരാകുവിൻ, സമാധാനത്തോടെ ഇരിപ്പിൻ. എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവിൻ. വിശുദ്ധന്മാർ എല്ലാവരും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ഇവിടെ ഇന്നത്തേക്കുള്ള ലേഖന ഭാഗം അവസാനിച്ചു. ഇന്നത്തേക്കുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വചനങ്ങൾ. യോഹന്നാൻ 1-ാം അധ്യായം 1 മുതൽ അതിന്റെ ആദ്യത്തെ 7 വചനങ്ങൾ വായിക്കും. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടുകൂടി ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവൻ യോഹന്നാൻ എന്ന് പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയാൻ തന്നെ വന്നു. ഇവിടത്തേക്കും ഇന്നത്തേക്കുള്ള സുവിശേഷ ഭാഗം അവസാനിച്ചു. ക്രിസ്തുവിനേക്ക് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ വിശ്വാസത്തെ അപ്പോസ്തല വിശ്വാസ പ്രമാണപ്രകാരം ഏറ്റു പറയാം. ആരാധനക്രമം 22-ാം പുറം. ആരാധനക്രമം 22-ാം പുറം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ചു, പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായീകരിക്കാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധമായ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമുക്ക് അടക്കാം. കരുണയും കൃപയും നിറഞ്ഞങ്ങളുമായി ഈ വിശുദ്ധ ദിനത്തിന്റെ പ്രഭാത വഴി അവിടുത്തെ പ്രിയമക്കളായ അടിയങ്ങൾക്ക് പരിമിതികളുടെ മധ്യേ ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ഈ ആരാധന പങ്കെടുക്കുവാൻ അവിടെ കൃപയിരിക്കാൻ സ്തോത്രം. ദൈവമേ, ഈ കഴിഞ്ഞ നാളുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ വേദനയുടെയും ഭയത്തിന്റെയും പരീക്ഷണങ്ങളുടെയും നാളുകളായി ഞങ്ങൾ അനുഭവിച്ചു വരുന്നു. ഈ അവസ്ഥയിലും അങ്ങനെയുള്ള വിശ്വാസവും പ്രത്യാശയുമാണല്ലോ അടിയങ്ങളെ ഇത്രത്തോളം ശക്തീകരിച്ച് കൃപയോടെ നടത്തുന്നത്. തുറന്നും കൃപയുടെ കരത്തിൽ അടിയങ്ങളെല്ലാവരെയും അവിടെ വഹിച്ചുകൊള്ളണമേ പ്രാർത്ഥിക്കുന്നു. ഈ കഷ്ടതയുടെ നാളുകളെ അങ്ങയോട് ചേർന്ന് വിജയകരമായി അഭിമുഖീകരിക്കുവാൻ അടിയങ്ങളെല്ലാവരെയും അവിടെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ കരങ്ങൾ തരുന്നു. ദൈവമേ, അവിടുന്ന് ഇന്നയോടെ ഞങ്ങൾ നടത്തിയ കൃപകൾക്കായി സ്തോത്രം. സഭയുടെ നാഥനായ അങ്ങ് ഇനി അടിയങ്ങളോട് കൂടെ കൃപയോടെ നടത്തണമേ. സഭയുടെ എല്ലാ ആരാധനകളും എല്ലാ ശുശ്രൂഷകളും അനുപൂർണമായി നടത്തപ്പെടുവാൻ അവിടുന്ന് സാഹചര്യങ്ങളെ ഒരുക്കി അനുഗ്രഹിച്ച് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങൾക്കായി വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം ഓരോ ഭവനവുമായിരിക്കുന്ന സ്ഥലത്ത് കൃപയുടെ കരുത്തിൽ വഹിച്ച് അനുപൂർണമായി അവിടുത്തെ മക്കളെ അവിടെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗമ്യ നന്മകൾ നൽകി ഭവനങ്ങളെ ആശീർവദിക്കണമേ. ദാരിദ്ര്യ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അത് വിടുതൽ നൽകി ആവശ്യമായ സാമ്പത്തിക ഭദ്രത നൽകണമേ. ഉപജീവനമാർഗമില്ലാത്തവർക്ക് നല്ല ഉപജീവനമാർഗം നൽകണമേ. ഭവനമില്ലാത്തവർക്ക് നല്ല ഭവനത്തെ നൽകണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനത്തെ നൽകണമേ. ശാരീരിക രോഗപ്രയാസങ്ങളുമായിരിക്കുന്നവരെ കൃപയോടെ കടാക്ഷിക്കണമേ. കർത്താവേ, അവിടെ നിന്ന് പൂർണ്ണമായ സൗഖ്യം നൽകി എല്ലാവരെയും ശക്തീകരിച്ച് വഴിനടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കോവിഡിന്റെ വ്യാപനം ശക്തമായിരിക്കുന്ന ആളുകൾ കർത്താവേ ആവശ്യത്തിലുള്ള ഫലങ്ങളിലായിരിക്കുന്നവരെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും അവിടുന്ന് പൂർണ്ണമായ സൗഖ്യം നൽകി ശക്തീകരിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാർത്തയും മാതാപിതാക്കളെ കൃപയുടെ കരുത്തിൽ വഹിച്ചുകൊള്ളണമേ.
ബലഹീനൊക്കെ വിടുവിച്ച് ബലപ്പെടുത്തി ആവശ്യങ്ങൾ കൂടെ ഇരുന്ന് അവരുടെ വിശ്വം ജീവിതത്തെ കർത്താവ് ഏറ്റവും ധന്യമായോടെ അനുഗ്രഹിച്ച് നൽകണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബനാഥന്മാർക്കായി നാഥന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ ഭവനങ്ങളുടെ ആവശ്യങ്ങൾ ഓർമ്മിച്ച് ഭാരപ്പെടുമ്പോൾ, ഭവനങ്ങളുടെ നന്മയ്ക്കായി വിവിധമായ ഉദ്യമങ്ങൾ അവർ ഏർപ്പെടുമ്പോൾ, ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും പ്രിയമക്കളോട് കൂടെ ഇരുന്ന് അവരെ ശക്തീകരിച്ച് ആവശ്യമായ നന്മകൾ നൽകി അനുഗ്രഹിച്ച് വഴിനടത്തണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൃപയായി ഔദ്യോഗിക ജീവിതങ്ങൾ നൽകിയിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ വിശ്വസ്തയോട് നിറവേറ്റി അങ്ങനെ മാറ്റപ്പെടുത്തുവാനും സമൂഹത്തിന് നല്ല സേവനം കാഴ്ചവെക്കുവാൻ അവിടുത്തെ മക്കൾക്ക് അവിടെ കൃപയണമേ. അവരുടെ പ്രവർത്തന മേഖലകൾ അതിന് അഭിവൃദ്ധിയും നന്മയും നൽകി ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉപജീവനത്തിനായി ഉപരിപഠനങ്ങൾക്കായി ഇതുവരെയും വിദേശ രാജ്യങ്ങളായിരിക്കുന്ന പ്രിയമുള്ളവരെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയകളുടെ അവിടേക്കുവാനും ആയിരിക്കുന്ന സ്ഥലങ്ങൾ അവരുടെ ജീവിതവും പ്രവർത്തന കാര്യാദികളെല്ലാം തന്നെ അനുഭവപൂർണ്ണമായിരിക്കുവാനുള്ള സഹായിക്കണമേ. ഉപജീവനത്തിനായി കായികമായി അധ്വാനിക്കുന്നവർ, കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, വാഹനങ്ങൾ ഓടിക്കുന്നവർ, ചെറിയ തൊഴിലുകൾ, ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ മക്കളെയും അവരുടെ കടാക്ഷിക്കുകയും അവരുടെ പ്രവർത്തന മേഖല ആസ്വദിക്കുകയും ചെയ്യണമേ. ധാരാളമായ ഉപജീവനമാർഗവും അധ്വാനിക്കുവാനുള്ള പ്രാപ്തിയും അധ്വാനത്തിന്റെ നന്മകളും നൽകി മക്കളെയും കുടുംബങ്ങളെയും അവിടെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉപജീവനത്തിനായി കുടുംബജീവനങ്ങൾക്കായി കാത്തിരിക്കുന്ന യുവ സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആഗ്രഹങ്ങളും പരിശ്രമങ്ങളെ അവിടെ നൽകി സഫലീകരിക്കണമേ. എല്ലാവർക്കും നല്ല ഉപജീവനമാർഗം നൽകി ആശീർവദിക്കണമേ. തക്കതായ തുണകൾ നൽകി ധന്യമായ കുടുംബജീവനങ്ങൾക്കായി അവിടുത്തെ മക്കളെ അവിടെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കായി പ്രാർത്ഥിക്കുന്നു. പഠിക്കുവാനുള്ള ബുദ്ധി, ജ്ഞാനം, അതിനുള്ള താല്പര്യം നൽകി പൈതങ്ങളെ അവർ ആശീർവദിക്കണമേ. ലക്ഷ്യബോധത്തോടുകൂടെ നന്നായി പഠിച്ച് ഉന്നതമായ നിലകളിൽ എത്തിച്ചേരുവാൻ കുഞ്ഞുങ്ങൾക്ക് അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കോവിഡ്-19 വ്യാപനം കാരണം കർത്തവ്യക്രമമായ വിദ്യാലയം ചെന്ന് പഠിക്കുവാൻ കഴിയാതെ പരിമിതികളുടെ മധ്യ ഭവനങ്ങളിലായിരുന്നു അവർ നടത്തുന്ന പഠനങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ അവസ്ഥകളൊക്കെ മാറുവാനും പൂർണ്ണമായ വിദ്യാലയങ്ങളിൽ ചെന്ന് പഠിക്കുവാനും കുഞ്ഞുങ്ങൾക്ക് അവർ സാഹചര്യത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ അധ്യയനവർഷത്തെ അവർക്ക് അനുഗ്രഹിച്ച് നൽകണമേ. സാഹചര്യങ്ങളൊക്കെ മാറുന്നതിനും പൂർണ്ണമായ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നതിനും കുഞ്ഞുങ്ങൾക്ക് അവർ സാഹചര്യത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാ പൈതങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബാലാശ്രമത്തെയും കുഞ്ഞുങ്ങളെ വെടിവെച്ച് കാത്തുകൊള്ളണമേ. ശാരീരിക, മാനസിക, ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമേ. ചെറുപ്രായത്തിൽ തന്നെ അങ്ങേയാൽ ഞങ്ങൾ മഹത്വമായി ഭവനത്തിനും സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനമുള്ള മക്കളായി പ്രവർത്തിക്കുവാൻ അവിടുന്ന് കൃപയണമേ പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായിരിക്കുന്ന സഹോദരിമാരെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബലഹീനൊക്കെ വിടുവിച്ച് ബലപ്പെടുത്തി തക്ക സമയസുഖമായ പ്രസവം അനുഭവമായിട്ടുള്ള ഫലവും നൽകി ആശീർവദിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ നിരാശയുമായിരിക്കുന്ന ഭവനങ്ങളെ കൃപയോടെ കടാക്ഷിക്കണമേ. പുത്രസമൃദ്ധി നൽകി ഭവനങ്ങളെ ആശീർവദിക്കണമേ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സമയം ഞങ്ങൾ കഷ്ടത അനുഭവിക്കുന്ന ജനസമൂഹങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യ പ്രയാസങ്ങളാൽ, ദുരിതങ്ങളാൽ, വിപത്തുകളാൽ, പ്രകൃതിയുടെ പ്രതികൂലങ്ങൾ നിമിത്തം, കലാപങ്ങളാൽ, യുദ്ധങ്ങളാൽ കർത്താവിനെയുള്ളവരെ നഷ്ടപ്പെട്ട് അനാഥരായ വിഭവന്മാരായ പലർക്കും പ്രയാസപ്പെടുന്ന എല്ലാവർക്കും വേണ്ടുന്ന ആശ്വാസം അവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കോവിഡ്-19 വ്യാപനം കാരണം ലഭിക്കുന്ന ജനതയ്ക്ക് വേണ്ടുന്ന ആശ്വാസം നൽകണമേ. പ്രിയമുള്ളവരെ നഷ്ടപ്പെട്ടും ഉപജീവനമാർഗങ്ങൾ നഷ്ടപ്പെട്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് ക്ലേശങ്ങളാകപ്പെട്ടും കഷ്ടത്തിലായിരിക്കുന്ന എല്ലാവർക്കും ആശ്വാസങ്ങളും ചന്ദ്രങ്ങളും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും രോഗികളായിരിക്കുന്നവർക്ക് പൂർണ്ണ സൗഖ്യം നൽകണമേ. അവരെ ചികിത്സിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ പ്രത്യേകിച്ച് ഡോക്ടർമാർ, നഴ്സുമാർ, നഴ്സിംഗ് അസിസ്റ്റന്റുമാർ, ക്ലീനിംഗ് സ്റ്റാഫ് ഇങ്ങനെ വിവിധ നിലകളിൽ കർത്താവേ വളരെ ആവൽക്കരമായ സാഹചര്യങ്ങളിൽ ഈ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് ശക്തിയുടെ സുരക്ഷിതമായി കാത്തുകൊള്ളണമേ. പ്രതിരോധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, മറ്റ് വിവിധ ജീവനക്കാരെല്ലാവരെയും അവിടുത്തെ സൂക്ഷിച്ച് സുരക്ഷിതമായി കാത്തുകൊള്ളണമേ പ്രാർത്ഥിക്കുന്നു. രോഗപ്രതിവിധിയായി നൽകപ്പെടുന്ന ചികിത്സകളെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പൂർണ്ണമായും ഈ രോഗമില്ലായ്മ ചെയ്യപ്പെടുവാൻ അവിടുന്ന് ഉപയോഗമേ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ രാജ്യത്തിന്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ജനമെല്ലാവരും സ്നേഹത്തോടും ഐക്യത്തോടും കൂടി ആയിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. കർണാടക ജനനന്മയ്ക്ക് വേണ്ടി അർപ്പണ മനോഭാവത്തോട് പ്രവർത്തിക്കുന്നതിന് വേണമേ. അവർ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ, നടപ്പാക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജനത്തിന് നന്മയായിരിക്കാൻ അവിടുന്ന് വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലക്ഷദ്വീപിൽ കർത്താവ് നാളുകളിൽ നടന്നു വരുന്ന ജനത്തിന് ഉണ്ടായിരിക്കുന്ന പ്രയാസങ്ങളെല്ലാം അവിടുന്ന് അറിയുന്നു. ജനത്തിന്റെ സ്വാതന്ത്ര്യ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുവാൻ കർത്താവ് അവിടുന്ന് വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിന്റെ തലസ്ഥാനത്ത് കഴിഞ്ഞ 6 മാസത്തിലധികമായി നടന്നു വരുന്ന കർഷക സമരത്തിൽ കർത്താവ് എത്രമേലും പരിഹാരം ഉണ്ടാകുന്നത് വേണം. ജനത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധികളും ഭയാശങ്കകളും ദൂരീകരിക്കപ്പെടുവാൻ, പ്രശ്നജന്യമായി പരിഹരിക്കപ്പെടുവാൻ സഹായിക്കണമേ.
ബന്ധപ്പെട്ടവർ ആ കാര്യങ്ങൾ വളരെ ഉത്തരവാദിത്വത്തോട് കൈകാര്യം ചെയ്യാൻ വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിന്റെ അതിർത്തിയിൽ രാജ്യങ്ങളുമായുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരത്തിന് നൽകണമേ. അതിനായുള്ള സംഭാഷണ ചർച്ചകളെല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗത്ത് നടക്കുന്ന യുദ്ധം, കലാപം, പ്രശ്നങ്ങൾ, ഭിന്നതകൾ, ഭീകര പ്രവർത്തനങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യണമെന്നും ശാന്തിയും സമാധാനം നിലനിൽക്കുന്നതിന് സഹായിക്കണമേ. മ്യാൻമറിലെ സംഘർഷങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം നൽകണമെന്നും ജനത്തിന്റെ സ്വാതന്ത്ര്യാവകാശവും സംരക്ഷിക്കപ്പെടുന്നതിന് അവിടെ സഹായിക്കണമേ. ഇസ്രായേലും പാലസ്തീനുമായുള്ള പ്രശ്നങ്ങൾക്ക് കർത്താവേ ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമംഗം നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങളെ ആശീർവദിക്കണമേ. വിവിധമായ സാഹചര്യങ്ങളിൽ അവിടെ നാം അറിയിക്കുന്നവർക്ക് കൃപയോടെ കടാക്ഷിക്കുന്നവരുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഖിലോക സഭാ കൗൺസിലിനെ അതിന്റെ പ്രവർത്തനങ്ങളെ ആശീർവദിക്കണമേ. ഭാരതത്തിലെ സഭകളെ അനുഗ്രഹിക്കുന്നു. എല്ലാവരും ഐകമത്യത്തോട് പ്രവർത്തിക്കുന്നതിന് സഹായിക്കണമേ. ദക്ഷിണേന്ത്യ സഭയും സിനഡിന്റെയും പ്രവർത്തനങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ മഹായുടെ അനുഗ്രഹിക്കണമേ. എല്ലാ ശുശ്രൂഷ മേഖലകളിലും ദൈവത്തിന്റെ കൂടെ ഇരിക്കണം. സുവിശേഷ പ്രവർത്തനങ്ങളെ ആശീർവദിക്കണമേ. ദൈവപ്രവർത്തന മേഖലകളിലായിരിക്കുന്ന അവരുടെ മക്കളെ കുടുംബങ്ങളായ അവിടെ ആശീർവദിക്കും. സുരക്ഷിതമായി ക്ഷേമമായി കാത്തുകൊള്ളുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആതുരാസേവന പ്രവർത്തനങ്ങൾ, ജീവാന്യ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെല്ലാം അവിടെ നിന്ന് ആശീർവദിക്കണമേ. എല്ലാം അങ്ങേ ഭാഗവും സമൂഹത്തിൽ നന്മയും അനുഭവമായിരിക്കാൻ സഹായിക്കണമേ. ബിഷപ്പിനെയും മറ്റുള്ള ഭാരവാഹികളെയും അനുകൂലമായി ശുശ്രൂഷിക്കാൻ അനുദിനം അവിടെ ഒരുക്കി വഴിനടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷന്മാരെയും കുടുംബങ്ങളെ ആശീർവദിക്കണമേ. എത്തിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യങ്ങളെ വിശ്വസ്തയോട് നിറവേറ്റി അങ്ങ് വാർത്തപ്പെടുത്തുവാൻ നമുക്ക് വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഓരോ സഭയുമായിരിക്കുന്ന സ്ഥലത്ത് തന്റെ മേൽ വെച്ച് വിളക്ക് പോലെ ശോഭിക്കുവാൻ തക്കവണ്ണം അനുകൂലമായ ആത്മീയ ശുശ്രൂഷകൾ നിറവേറ്റപ്പെടുന്നതിന് അവർ സഹായിക്കണമേ. ഇടയങ്ങളായിരിക്കുന്ന ഈ ദേശത്തെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മയും സമാധാനം സന്തോഷവും ഈ ദേശം നിലനിൽക്കുന്നതിന് സഹായിക്കണമേ. ദേശവാസികളെല്ലാവരെയും ആശീർവദിക്കണമേ. എല്ലാവർക്കും ആവശ്യമായ ശാരീരിക മാനസിക ആത്മീയ നന്മകൾ നൽകി പരിപാലിക്കണമേ. കോവിഡിന്റെ വ്യാപനം ശക്തമായിരിക്കുന്ന ഈ നാളുകൾ കർത്താവേ ആ ദുരിതപ്രയാസവും വരാതെ എല്ലാവരെയും സൂക്ഷിക്കണം. രോഗികളായി അനുഭവിക്കുന്ന എല്ലാവർക്കും പൂർണ്ണ സൗഖ്യം നൽകി അനുഭവിക്കണം. ഈ ലോകത്തിന്റെ ബാധ ഞങ്ങളുടെ ഈ ദേശത്ത് ഒഴിഞ്ഞു പോകാനോട് വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവമേ, എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും അവിടെ ആശീർവദിക്കണം. എല്ലാവരും ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ കൃപയുടെ കരുത്തിലായിരിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സംഹാരം ഇസ്രായേൽ ജനത്തിന്റെ വീടുകളെ ഒഴിഞ്ഞു പോയതുപോലെ അടിയങ്ങളുടെ ജനത്തിന്റെ ഭവനങ്ങളെ വിട്ട് സംഹാരം കിടന്നു പോവാൻ എല്ലാവരും സ്വസ്ഥയോട് സമാധാനത്തോടുകൂടി ആയിരിക്കും സഹായിക്കുന്നു. ദേശത്തിന്റെ ആഹ്വാനം അവിടെ നിന്ന് അനുഭവിച്ച് വഴിനടത്തുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയുടെ ശേഷ സമയം ദൈവത്തിന്റെ കൃപയും സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. അടിയങ്ങൾ ഈ ആരാധനയിലൂടെ കൂടുതൽ സമാധാനം സന്തോഷവും അനുഭവവും പ്രാപിക്കാനോട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ ആഴ്ചവട്ടത്തെ അടിയങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകണമേ. എല്ലാം സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ പ്രത്യേകിച്ചുമൂലം ഞങ്ങളുടെ പ്രാർത്ഥനകൾ പ്രിയ പിതാവേ, തിരുനാമം നിശ്ചയിക്കണമേ. സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ പ്രതികരിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിൽക്കുന്നതാകുമല്ലോ. ആമേൻ. ഇന്ന് ലേഖന ഭാഗമായി വായിച്ചു കേട്ട അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 13-ാം അധ്യായം 14-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 13-ാം അധ്യായം 14-ാമത്തെ വാക്യം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടി മാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും. ത്രിത്വ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. We worship the triune God എന്നതാണ് ഇന്ന് നമുക്ക് ചിന്തയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന വിഷയം. ഈ കോവിഡിന്റെ വ്യാപനം ശക്തമായിരിക്കുന്ന നാളുകളിൽ നമുക്ക് ക്രമമായി ആലയത്തിൽ വന്ന് ആരാധിക്കാൻ സാധിക്കാതെ നാം ഭവനങ്ങളിലിരുന്ന് ഈ ആരാധന പങ്കെടുക്കുന്ന ഈ സാഹചര്യത്തിൽ ദൈവത്തിന്റെ വിശേഷമായ കൃപയും സാന്നിധ്യവും
നമ്മുടെ ഭവനങ്ങൾ അനുഭവിക്കുവാൻ ദൈവം കൃപയേട്ടെ. ആലയത്തിലെ ആരാധനയിൽ പങ്കെടുക്കുന്ന അതേ മനോഭാവത്തോടുകൂടെ ആത്മാവിൽ ഒന്നായി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ക്രൈസ്തവ വിശ്വാസത്തിൽ ഗ്രഹിക്കുവാൻ വളരെ പ്രയാസമേറിയ ഒരു വിഷയമാണ് ത്രിത്വം അല്ലെങ്കിൽ ട്രിനിറ്റി എന്ന്. നാം എല്ലാവരും ഏകദൈവ വിശ്വാസികളെന്ന് സാഭിമാനം പറയാറുണ്ട്. മറ്റു പല വിശ്വാസ സമൂഹങ്ങൾക്ക് അനേക ദൈവങ്ങളുണ്ട്. പക്ഷെ നാം എല്ലാവരും ഏക ദൈവ വിശ്വാസികളാണെന്ന് നാം പറയാം. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് കുറച്ചെങ്കിലും അറിയാവുന്നവർ നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ ഏകദൈവ വിശ്വാസികളെങ്കിൽ നിങ്ങൾ പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും 3 ആളത്വങ്ങളെ കുറിച്ച് പറയുന്നത് അതെന്താണ്? അവിടെയാണ് നമുക്ക് വ്യക്തമായ ഒരു ഉത്തരം പറയുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ഇപ്പൊ നാം പറയും ത്രിയേക ദൈവം. അപ്പൊ അവർ തിരിച്ചു ചോദിക്കുന്നത് എന്താണ് ഈ ത്രിയേക ദൈവം ചോദിച്ചാൽ അവിടെ വീണ്ടും നമുക്ക് പ്രയാസമാണ് മറുപടി പറയുവാൻ. പലരും ത്രിത്വത്തെ വളരെ ഭംഗിയായി വ്യക്തമായി ഞാൻ വ്യാഖ്യാനിക്കാമെന്ന് തങ്ങളുടെ അറിവിന്റെ പരിമിതിയിൽ നിന്ന് പറയാറുണ്ട്. പക്ഷെ നാം പറയുന്ന അല്ലെങ്കിൽ നാം വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന കാര്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് ആദ്യം നാം ചിന്തിക്കണം. നാം പറയുന്നത് ദൈവത്തെ കുറിച്ചാണ്. ദൈവത്തെ കുറിച്ച് നാം ചിന്തിക്കുകയും മനസ്സിലാക്കുകയും പറയുകയും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ദൈവം ആര് എന്നതിനെ കുറിച്ച് ചിന്തിക്കുക. ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ സർവസൃഷ്ടാവ്, സർവവ്യാപി, സർവശക്തൻ, സർവകാലത്തുമുള്ളവൻ, ആദിയന്തമില്ലാത്തവൻ എന്ന് ആണ് നാം പറയുക. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പരിമിതിയുണ്ട്. പക്ഷെ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന നമ്മെ കുറിച്ച് ചിന്തിച്ചാൽ നാം പരിമിതികളുടെ മധ്യേ ഉള്ളവരാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ 3 വ്യക്തിത്വങ്ങളെ പറയുന്നു. കർത്താവായ യേശു ക്രിസ്തു, ദൈവം, നാം പിതാവായ ദൈവം പറയും, അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈ 3 തൃത്വത്തെ പറയുമ്പോൾ ആദ്യം കർത്താവെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താ? പുത്രനിലൂടെയാണ് നാം യേശു പിതാവിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം കർത്താവിനെ, യേശുവിനെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒരു ശരിയായ ക്രമത്തിൽ പറഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് നമുക്ക് പറയാം. ആ ത്രിത്വ അനുഭവം എന്ന് പറയുന്നത് ദൈവത്തെ പിതാവായും രക്ഷകനായും സന്തതം നമ്മോടുകൂടെ ഇരിക്കുന്ന കാര്യസ്ഥനായി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവുമായി അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ നമ്മുടെ പിതാവായി അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടാവായി, നമ്മുടെ പരിപാലകനായി, നമ്മെ ഓരോ ദിവസവും കരുതുന്നവനായ ഒരു പിതാവായി നാം അനുഭവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ആ വിധത്തിൽ ദൈവം ഒരു പിതാവിന്റെ സ്ഥാനത്തിരുന്ന് നമ്മെ പരിപാലിച്ചിട്ടുള്ള സന്ദർഭങ്ങളെ നമുക്ക് ഓർമ്മിക്കാം. അതോടൊപ്പം തന്നെ ദൈവത്തെ നമ്മുടെ അപകട സാഹചര്യങ്ങളിൽ, അതിൽ ആത്മീയമാകാം, ലോകപ്രകാരമായിട്ടുള്ള കാര്യങ്ങളാണ്, അവിടെ ഒരു രക്ഷകനായി നാം അഭിമുഖീകരിക്കുകയാണ്, അനുഭവിക്കുകയാണ്. നാം പ്രതിസന്ധികളിലും അപകടകരമായ സാഹചര്യങ്ങളിൽ ഇരിക്കുമ്പോൾ ആരും നമ്മെ രക്ഷിക്കുമെന്ന് ചിന്തിക്കുന്നിടത്ത് ദൈവം രക്ഷകനായി നമ്മുടെ മധ്യേ വരുന്നു. ആ ദൈവത്തെ നാം പുത്രനായി യേശുവായി ജീവിതത്തിൽ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമുക്ക് ആവശ്യമുള്ള നല്ല ആലോചനകൾ നൽകി നമ്മെ വഴി നടത്തുന്ന ഒരു കാര്യസ്ഥനായി ദൈവത്തെ അനുഭവിക്കുന്നു. ആ ദൈവത്തെ പരിശുദ്ധാത്മാവായി നാം അറിയുകയാണ്. അപ്പോൾ അവിടെ നാം മനസ്സിലാക്കുന്നത് ത്രിത്വത്തെ നാം നമ്മുടെ അനുഭവത്തിലൂടെ അറിയുകയാണ് ചെയ്യുന്നത്. ആശയപരമായിട്ടല്ല, അനുഭവത്തിലൂടെ അറിയുന്നു. ദൈവം നമ്മുടെ പിതാവാണ്, ദൈവം നമ്മുടെ രക്ഷകനാണ്, ദൈവം നമ്മോട് കൂടെ ഇരുന്ന നമ്മെ വഴി നടത്തുന്ന, നമുക്ക് ആലോചനകൾ നൽകി നമ്മെ നേരായ പാതയിൽ നടത്തുന്ന
പരിശുദ്ധാത്മാവാണ്. ആ വിധത്തിൽ ദൈവത്തെ നാം അറിയുമ്പോൾ ആ ദൈവത്തെയാണ് നാം ത്രിയേക ദൈവമെന്ന് പറയുന്നത്. ഒരു ദൈവം മൂന്നായിട്ട് വെളിപ്പെട്ടുവെന്നോ അല്ലെങ്കിൽ 3 പേർ ഒന്നായി വെളിപ്പെട്ടുവെന്നോ നമുക്ക് പറയുവാൻ തക്കവണ്ണം വേദപുസ്തകത്തിൽ പല വാക്യങ്ങളുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ആശയപരമായിട്ടുള്ള ഒരു ചിന്തയല്ല നമുക്ക് പ്രയോജനം ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ഒരു പിതാവിന്റെ സ്ഥാനത്ത് നാം അനുഭവിക്കുന്നതും രക്ഷകനായി അനുഭവിക്കുന്നതും നമ്മോടുകൂടി വഴി നടത്തുന്ന ഒരു കാര്യസ്ഥനായി അനുഭവിക്കുന്ന ആ അനുഭവമാണ് ശ്രേഷ്ഠമായി ഉള്ളത്. പ്രിയമുള്ളവരെ, ഇന്ന് നാം കടന്നു പോകുന്ന ഈ ഭയങ്കരമായ ശോധനയുടെ നാളുകളിൽ നമുക്ക് പ്രത്യേകമായും ദൈവത്തിന്റെ കരുതലും കാവലും പരിപാലനവും ആവശ്യമാണ്. അവിടെ ദൈവം ഒരു പിതാവായി നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ആ വിശ്വാസം നമുക്ക് നൽകുന്ന പ്രത്യാശയും പ്രതീക്ഷയും എത്ര വലുതാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മെ കരുണയോടുകൂടെ പരിപാലിക്കുന്നവനായ ഒരു പിതാവ്, ആ പിതാവായി ദൈവം നമ്മോട് കൂടെ ഉണ്ട്. നമ്മുടെ പ്രയാസ നേരങ്ങളിൽ, പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ വ്യാപനം ശക്തമായിരിക്കുന്ന നാളുകളിൽ നാം പലപ്പോഴും പലതരത്തിലുള്ള പ്രതിസന്ധികളായിത്തീരുമ്പോൾ, നാം ആപൽക്കരമായ സാഹചര്യങ്ങളായിത്തീരുമ്പോൾ, അവിടെ നമ്മുടെ രക്ഷയ്ക്കായി നമ്മെ സമീപിക്കുന്ന രക്ഷകനായി ദൈവത്തെ അനുഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആശ്വാസം ഇത്ര വലുതാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ നാളുകളിൽ ഒരു പുതിയ രോഗം, അതിന്റെ ചികിത്സ എന്നത് ഇന്നും ശാസ്ത്രലോകത്തിൽ തന്നെ പൂർണ്ണമായും അന്യമായി അല്ലെങ്കിൽ പൂർണ്ണമായും വിജയപ്പെട്ടിട്ടില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് പലതരത്തിലുള്ള ഭയാശങ്കകളുണ്ട്, സംശയങ്ങളുണ്ട്. ആ സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ആവശ്യമായ നല്ല ആലോചന നൽകി നമ്മെ നേരായ രീതിയിൽ നടത്തി ഈ രോഗത്തിന്റെ വ്യാപനത്തിൽ നമുക്ക് ശരിയായ പാതയിൽ നമ്മെ നടത്തുന്ന ഒരു കാര്യസ്ഥന്റെ സാമീപ്യം, പരിശുദ്ധാത്മാവിന്റെ സാമീപ്യം നമുക്ക് എത്ര ആശ്വാസകരമാണ്, എത്ര സഹായകരമാണ്. ആ വിധത്തിൽ നാം ഇന്ന് കടന്നുപോകുന്ന ഈ സാഹചര്യത്തിൽ ത്രിത്വ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് വളരെ ആശ്വാസവും അനുഗ്രഹവും നമ്മെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതുമാണ് എന്നുള്ളത് യാതൊരു സംശയം. ഇവിടെ ഇന്നത്തെ വിഷയം ത്രിത്വ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുന്നു. ഈ വർഷം ത്രിത്വ ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ ആ ദൈവത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു പിതാവിന്റെ സ്നേഹവും കരുതലും പരിപാലനവും, ഒരു രക്ഷകന്റെ വീണ്ടെടുപ്പിന്റെ അനുഭവം, നമ്മുടെ പ്രയാസങ്ങൾ ആപൽക്കരമായിട്ടുള്ള ഘട്ടങ്ങളിൽ രക്ഷയ്ക്കായി നമ്മെ സമീപിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, അതോടൊപ്പം തന്നെ നാം സംശയിച്ചു നിൽക്കുന്ന ഇനി എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള ഒരു തെളിവില്ലാതെ നാം സംശയത്തിലും പ്രതിസന്ധിയിലുമായിരിക്കുമ്പോൾ ആവശ്യമായ നല്ല ആലോചനകൾ നൽകി നമ്മെ ശരിയായ പാതയിൽ നടത്തുന്ന ഒരു കാര്യസ്ഥന്റെ ഒരു സാമീപ്യം, പരിശുദ്ധാത്മാവിന്റെ ആ നിരന്തരമായ സാന്നിധ്യം, അത് നമുക്ക് എത്രയും ആശ്വാസകരമാണ്. ഈ കാലഘട്ടത്തിൽ ഈ വിധത്തിലുള്ള ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിച്ചുകൊണ്ട് ഈ പ്രയാസ നേരങ്ങളെ, പ്രതിസന്ധി ഘട്ടങ്ങളെ അഭിമുഖീകരിക്കുവാൻ നാം ഈ വചനത്തിലൂടെ ആഹ്വാനം ചെയ്യപ്പെടുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ത്രിത്വം ആശയപരമായി മനുഷ്യന്റെ മനസ്സിനെ കടന്നു നിൽക്കുന്ന ഒരു സത്യമാണ്. എന്നാൽ അനുഭവപരമായിട്ട് മനുഷ്യ ജീവിതത്തിൽ നമ്മോടുകൂടിയുള്ള ഒരു സത്യമാണ്. നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നാം അനുഭവിക്കുന്ന ഒരു സത്യമാണ്. ആ വിധത്തിൽ ത്രിത്വ ദൈവത്തെ ഈ ജീവിത സാഹചര്യങ്ങളിൽ അനുഭവിച്ചുകൊണ്ട് ആ കൃപയുടെ കരുത്തിലായിരുന്നുകൊണ്ട് ഇന്നത്തെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ അഭിമുഖീകരിക്കുവാൻ, വിജയകരമായി തരണം ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ത്രിത്വമായി അങ്ങനെ അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് അവിടെ ഒരുക്കിയിരിക്കുന്ന സാഹചര്യങ്ങൾക്ക് ആവശ്യപ്പെടുക. ഞങ്ങളെ അനുദിനം പരിപാലിക്കുന്ന സ്നേഹനിധിയായ ഒരു പിതാവായി അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് ആസ്വദിക്കും.
ഞങ്ങളുടെ പ്രയാസ നേരങ്ങളിൽ, പ്രതിസന്ധികളിൽ, അപകടകരമായ സാഹചര്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കുന്നവനായ ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ സംശയിച്ചു നിൽക്കുന്ന ഞങ്ങളുടെ പ്രതിസന്ധികൾ, ആ സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് നല്ല ആലോചന നൽകി ഞങ്ങളെ നേരായി നിലത്തുന്ന കാര്യസ്ഥനായി പരിശുദ്ധാത്മാവായ ദൈവമായി ഞങ്ങൾക്ക് അങ്ങനെ അനുഭവിക്കുവാൻ അവിടെ കൃപയിരിക്കാൻ സ്തോത്രം. ഈ ത്രിത്വ സാന്നിധ്യത്തെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഞങ്ങൾ അനുഭവിക്കുവാൻ ഞങ്ങൾ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ഈ ഭയങ്കരമായ ശോധനയുടെ നാളുകളിൽ, വേദനയുടെ നാളുകളിൽ, ഭയത്തിന്റെ നാളുകളിൽ ഈ ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് ആശ്വാസവും സമാധാനവും പ്രത്യാശയും സന്തോഷവും പകരുന്നതായിരിക്കുവാൻ അവിടുത്തെ കൃപയുടെ പ്രാർത്ഥിക്കുന്നു. ആശയപരമായ അനുഭവത്തിലൂടെ ത്രിത്വ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സമൂഹത്തിൽ അവിടുത്തെ മക്കളായി സാക്ഷികളായി ജീവിക്കുവാൻ അവിടുന്ന് സഹായിക്കണം. വരും നാളുകളിൽ ദൈവത്തിന്റെ വിശേഷമായ സാന്നിധ്യം, അവിടുത്തെ പിതാവിന്റെ സ്നേഹത്തിന്റെ അനുഭവം, രക്ഷകന്റെ വീണ്ടെടുപ്പിന്റെ അനുഭവം, പരിശുദ്ധാത്മാവിന്റെ നിരന്തരമുള്ള ആലോചനകളുടെയും ആശ്വാസത്തിന്റെ അനുഭവം ഞങ്ങൾ അനുഭവിച്ച് അങ്ങേ വേർതിരിച്ച് ജീവിക്കുവാൻ സഹായിക്കണം. പുതിയ ആഴ്ച വെക്കുന്ന നാളുകളെല്ലാം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയും അനുഗ്രഹമായിരിക്കുവാനോട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല കാര്യങ്ങളെയും കർത്താവെ ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് എല്ലാ കാര്യങ്ങളെയും ഏറ്റെടുത്ത് അവിടുത്തെ നാമത്തിൽ കൊടുക്കുകയും അവിടുത്തെ മക്കളായ ഞങ്ങൾ ആശീർവദിക്കുകയും ചെയ്യണം. ക്രിസ്തയേശു മൂലം യാചിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന പ്രിയ പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ പ്രിയമുള്ളവരെ, നിങ്ങളെ